ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ. മുന്നേ ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ വന്നതും ഇവിടെ സ്റ്റേ ചെയ്തതൊക്കെ. നമ്മളിപ്പോൾ ഉള്ളത് ഒരു സ്ട്രീറ്റിലാണ് കേട്ടോ, ഫോർട്ട് കൊച്ചിയിലുള്ള. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ. ഫോർട്ട് കൊച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ യൂറോപ്യൻ ടൗൺഷിപ്പ് ആയിരുന്നു ഫോർട്ട് കൊച്ചി. കൊച്ചിയുടെ വാസ്തുകലാ പാരമ്പര്യം ശ്രദ്ധയോടെ ഇന്നും പരിപാലിച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തദ്ദേശീയ നിയമം ഇപ്പോഴും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചിയിലെ പല ഹോട്ടലുകളും പഴയ ബംഗ്ലാവുകളും ഗസ്റ്റ് ഹൗസുകളും രൂപാന്തരപ്പെടുത്തിയവയാണ്. അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ ഇപ്പോഴും നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ അതിശയം കേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് സ്ട്രീറ്റുകൾ കാണാൻ പറ്റും കേട്ടോ. ഓരോ സ്ട്രീറ്റിനും വെറൈറ്റി നെയിമുകളാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നിങ്ങൾ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു ഓൾഡ് ഹാർബർ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടൽ നമുക്ക് കാണാൻ പറ്റിയത്. ഫോർട്ട് കൊച്ചിയിൽ വാസ്കോഡ ഗാമ സ്കോറിൽ എടുത്തു കാണുന്ന രീതിയിൽ തലയെടുത്ത് നിൽക്കുന്ന ഓൾഡ് ഹാർബർ എന്ന കേരളത്തിലെ ആദ്യ ഹോട്ടലാണ് കേട്ടോ ഇത്. കാണുന്നത് ഈ ഒരു റെഡ് കളറിലുള്ള ഒരു ഹോട്ടലാണ്. എന്തൊരു ഭംഗിയാണെന്നറിയോ. നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് പോയ പോലെയാണ് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഈ കേരളത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ഇങ്ങനെയല്ലല്ലോ, ഇതൊരു കൊളോണിയൽ അങ്ങനെയുള്ള ഒരു ടൈപ്പ് കൺസ്ട്രക്ഷനാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു അത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയി. അവിടെ സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ. സൈക്കിളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ജസ്റ്റ് എടുത്തൊന്ന് ഓടിച്ച് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ നോക്കുമ്പോഴാണ് ഈ ഒരു ബിൽഡിംഗ് കാണുന്നത്. ഇതാണെങ്കിൽ ഫുൾ ഗ്രീൻ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നിന്നിട്ട് ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും വേറൊരു സ്ട്രീറ്റിലെത്തിയിട്ടുണ്ട്. ഇതും ഒരു ഹോട്ടലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇവിടെ ഒരുപാട് സ്ട്രീറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. എത്ര ഫോട്ടോ എടുത്താലും വീഡിയോസ് എടുത്താലും ഒന്നും മതിയാവില്ല, അത്രയ്ക്കും നല്ല ഭംഗിയാണ്. കൂടാതെ സാന്റാക്രൂസ് ബസിലിക്ക തുടങ്ങി പല വിനോദസഞ്ചാര ആകർഷണങ്ങളും ഫോർട്ട് കൊച്ചിയിലുണ്ട് കേട്ടോ. സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ഡച്ച് സെമിത്തേരി, ചീനവലകൾ തുടങ്ങിയ പല ചരിത്ര സ്മാരകങ്ങളും ഫോർട്ട് കൊച്ചിയിലുണ്ട് കേട്ടോ. ഒരുപാട് തദ്ദേശീയരും വിദേശികളുമായ വിനോദസഞ്ചാരികൾ ഫോർട്ട് കൊച്ചിയിൽ സന്ദർശിക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ ദ്രോണാചാര്യ എന്ന കപ്പൽ ഫോർട്ട് കൊച്ചിയിലാണ് താവളം ഉറപ്പിച്ചിരിക്കുന്നത്. മട്ടാഞ്ചേരി കൊട്ടാരം അടുത്താണ് കേട്ടോ ഇവിടുന്ന്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഷോപ്പുകളൊക്കെ കണ്ടത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഉള്ള ഒരു ഷോപ്പാണ്. ഒന്നല്ല, ഒരുപാട് ഷോപ്പുകളുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കാം. ഈ ഒരു ഷോപ്പിലേക്ക് വരുമ്പോൾ ഒരുപാട് ബാഗുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല അടിപൊളി ബാഗുകളാണ് കേട്ടോ. ഇത് ജൂട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ബാഗാണ്. അല്ല, ഇവിടെ ഒരുപാട് വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിലേക്ക് ഞാൻ കയറി നോക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ വേറൊരു സൈഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഡ്രസ്സുകളും പിന്നെ സുഗന്ധ വ്യഞ്ജനങ്ങളും അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ട് വേറൊരു സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. നല്ല വിശപ്പുണ്ട്. അപ്പം നമ്മൾ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഷ്റൂം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്താ ഫ്രൈഡ് റൈസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാളായി നമ്മൾ മഷ്റൂമൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇനി ബാക്കി വിശേഷം ഫുഡ് കഴിച്ചതിന് ശേഷം കാണാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ജങ്കാർ കാണാൻ പോവാണ്. ഇതാണ് നമ്മളെ ജങ്കാർ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് അതിൽ കയറുന്നുണ്ട്. വണ്ടിയൊക്കെ കയറ്റി വെക്കുന്നുണ്ട്. നമ്മളെന്തായാലും ഇപ്പോൾ കയറുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ടൈം കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നേരം അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളമുണ്ട് കേട്ടോ. തിരയടിക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട്. അങ്ങനെ നമ്മളിനി തൽക്കാലത്തേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫോർട്ട് കൊച്ചി വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗ് കാണാം. ബൈ.